നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ക്രിക്കറ്റ് വെറും ഒരു കളിയല്ല, അതൊരു വികാരമാണ്, ഒരു ജനതയുടെ സ്വപ്നമാണ്. ചിലപ്പോഴൊക്കെ അതൊരു വ്യക്തിയുടെ ജീവിത കഥയുമാകാറുണ്ട്. ഈ ലോകകപ്പിൽ ഓരോ ഇന്ത്യൻ ആരാധകന്റെയും ഹൃദയത്തിൽ ഏറ്റവും ശക്തമായി മുഴങ്ങിക്കേട്ട ഒരു പേരുണ്ട്. അതെ, സഞ്ജു സാംസൺ. ഈ കഥ ഒരു നിഷേധിക്കപ്പെട്ട പ്രതിഭയുടെ കഥയാണ്. കേരളത്തിന്റെ ക്രിക്കറ്റ് വഴികളിൽ നിന്ന് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ വലിയ വേദിയിലേക്ക് എത്തുക എന്നത് അത്ര എളുപ്പമല്ല. എന്നാൽ സഞ്ജുവിന് ചെറുപ്പത്തിൽ തന്നെ ഒരു വ്യത്യസ്തമായ മികവുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആ തനതായ ആക്രമണാത്മക ബാറ്റിങ്ങിൽ ആത്മവിശ്വാസവും അതിലേറെ ഒരു ക്ലാസും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിലെ ആ ബാറ്റ് സ്വിംഗ് ചെയ്യുന്ന നിമിഷം പന്ത് ബൗണ്ടറി കടക്കുമെന്ന് നമുക്കറിയാം. കാരണം അതൊരു സ്വാഭാവിക പ്രതിഭയുടെ മികവായിരുന്നു. അന്ന് പലരും പറഞ്ഞിരുന്നു, ഇവനൊരിക്കൽ ടീം ഇന്ത്യയുടെ വലിയൊരു താരമായി തന്നെ മാറുമെന്ന്. പക്ഷേ ക്രിക്കറ്റിന്റെ കഥകൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ, എല്ലായ്പ്പോഴും നേരെ ഉള്ളതായിരിക്കണമെന്നില്ലല്ലോ. അവസരങ്ങളും നഷ്ടങ്ങളും പ്രതിഭാസമ്പന്നത കൊണ്ട് തന്നെ അത്രയേറെ മത്സരാധിഷ്ഠിതമായ ഇന്ത്യൻ ടീമിലേക്ക് എത്തിപ്പെടുക മാത്രമല്ല, അവിടെ നിലനിൽക്കുക എന്നത് അതിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സഞ്ജുവിന്റെ കരിയർ ശ്രദ്ധിച്ചാൽ അവസരങ്ങൾ കിട്ടിയെങ്കിലും സ്ഥിരത എന്നത് എല്ലായ്പ്പോഴും അദ്ദേഹത്തിന് ഒരു വെല്ലുവിളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മത്സരം കളിക്കുന്നു, അടുത്തത് കളിക്കാൻ കഴിയുന്നില്ല. ചിലപ്പോഴൊക്കെ ഒരു മികച്ച ഇന്നിങ്സിന് ശേഷം ബെഞ്ച് ചെയ്യപ്പെടുന്നു. ഇതെല്ലാം തന്നെ ഒരു യുവതാരത്തിന് എത്ര വലിയ മാനസിക സമ്മർദ്ദമായിരിക്കുമെന്നത് വാക്കുകൾ കൊണ്ടുള്ള വർണ്ണനക്കും അതീതമാണ്. മോഡേൺ ക്രിക്കറ്റിൽ ഒരു കളിക്കാരന്റെ കരിയർ മൈതാനത്ത് മാത്രമായിരിക്കില്ല, സോഷ്യൽ മീഡിയ ഓഡിറ്റിങ്ങിനും കൂടി അവർ വിധേയരാണ്. സഞ്ജുവിന്റെ ഒരു ഇന്നിങ്സ് പരാജയപ്പെട്ടാലോ ഒരു ഷോട്ട് തെറ്റിയാൽ പോലും ട്രോളുകളും വിമർശനങ്ങളും ഒട്ടേറെയായിരുന്നു. സഞ്ജു ഓരോ തവണയും ടീമിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ ഇങ്ങനെയായിരുന്നു: സഞ്ജുവിന് സ്ഥിരതയില്ല, ആവശ്യത്തിന് അവസരങ്ങൾ കിട്ടിയല്ലോ, ഇനിയും അവസരങ്ങൾ അർഹിക്കുന്നില്ല. ഇത്തവണ വേൾഡ് കപ്പ് വന്നപ്പോഴും പലർക്കും സംശയം തന്നെയായിരുന്നു, സഞ്ജുവിന് ടീമിൽ സ്ഥാനം കിട്ടുമോ, കിട്ടിയാൽ എങ്ങനെ കളിക്കും എന്നിങ്ങനെ. പക്ഷേ യഥാർത്ഥ കഥകൾ സംശയങ്ങളിലൂടെയാണ് തുടങ്ങുന്നത്. ഇത്തവണ സഞ്ജുവിന്റെ മുഖത്ത് ഒരു വ്യത്യസ്തമായ ആത്മവിശ്വാസം തന്നെ ഉണ്ടായിരുന്നു. സഞ്ജുവിന്റെ ഓരോ ഷോട്ടിലും വിമർശകർക്കുള്ള ഒരു സന്ദേശം കൂടി ഉണ്ടായിരുന്നു: ഞാൻ ഇവിടെ തന്നെയുണ്ട്. വർഷങ്ങളോളം വിമർശനം കേട്ട ഒരാൾക്ക് ഏറ്റവും വലിയ മറുപടി നൽകാനാകുക വാക്കുകളിലൂടെയല്ല, പ്രകടനത്തിലൂടെ മാത്രമാണ്. ഈ വേൾഡ് കപ്പിൽ സഞ്ജു അക്ഷരാർത്ഥത്തിൽ ചെയ്തതും അതുതന്നെയായിരുന്നു. ഓരോ കളിയിലും സ്കോർ ബോർഡിൽ റൺസ് കൂടി തുടങ്ങിയപ്പോൾ വിമർശകർ തനിയെ നിശബ്ദരായി. വിൻഡീസിനെതിരായ ക്വാർട്ടർ ഫൈനലിന് തുല്യമായ മത്സരം, ഇംഗ്ലണ്ടിനെതിരായ സെമി ഫൈനൽ, ഒടുവിൽ ന്യൂസിലാൻഡിനെതിരെയുള്ള ഫൈനൽ തുടങ്ങി ഓരോ കളിയിലും സഞ്ജുവിന്റെ ബാറ്റിൽ നിന്നും സ്വപ്നതുല്യമായ ഇന്നിങ്സുകൾ ഒന്നിനു പുറകെ ഒന്നായി പിറന്നുകൊണ്ടേയിരുന്നു. പലപ്പോഴും ആ പഴയ വിമർശനങ്ങൾ ഓർമ്മ വന്നിരുന്നു, ഒഴിവാക്കപ്പെട്ട ദിവസങ്ങൾ ഓർമ്മ വന്നിരുന്നു, നഷ്ടമായ അവസരങ്ങളും ഓർമ്മ വന്നിരുന്നു. പക്ഷേ ഈ നിമിഷം എല്ലാം മാറുകയാണ്. കാരണം ഇപ്പോൾ ലോകം മുഴുവൻ കാണുകയാണ് കെട്ടയച്ചുവിട്ട അവനിലെ ആ പ്രതിഭയെ. ഓരോ മത്സരം അവസാനിക്കുമ്പോഴും സ്കോർ ബോർഡിൽ സഞ്ജുവിന്റെ പേരിന് നേരെ കേവലം റൺസ് മാത്രമല്ല ഉണ്ടായിരുന്നത്, അവിടം എഴുതിയത് സഹനം, ആത്മവിശ്വാസം, വിശ്വാസം എന്നിവ കൂടിയായിരുന്നു. ക്രിക്കറ്റ് ഒരു മതമായ ഇന്ത്യ പോലൊരു രാജ്യത്ത് ഒരു താരം ഇത്തരമൊരു തിരിച്ചുവരവ് നടത്തുമ്പോൾ അത് സഞ്ജുവിന്റെ വ്യക്തിപരമായൊരു വിജയം മാത്രമല്ല, അത് മൊത്തം മലയാളികളുടെയും തന്നെ അഭിമാനമാണ്. സഞ്ജുവിന്റെ ഈ വേൾഡ് കപ്പ് പ്രകടനം നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കും. പ്രതിഭ ഒരിക്കലും മറയില്ല, അതൊരു ദിവസം പ്രകാശിക്കുക തന്നെ ചെയ്യും. ഇതൊരു തുടക്കം മാത്രമാണ്. ലോകകപ്പിലെ ഈ പ്രകടനം സഞ്ജുവിന്റെ കരിയറിന്റെ അവസാനമല്ല, ഇതൊരു പുതിയ തുടക്കമാണ്. ഇനി ലോകം അവനെ വേറൊരു കണ്ണോടെ കാണും. അവസാനമായി ക്രിക്കറ്റ് ചിലപ്പോൾ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠമെന്താണെന്നറിയാമോ? അത് സമയമാണ്. ഒരു പ്രതിഭയുടെ സമയം ഒരുപക്ഷെ വൈകിയേക്കാം, പക്ഷേ അത് വരിക തന്നെ ചെയ്യും. അത് വരുമ്പോൾ ലോകം മുഴുവൻ അതിന് സാക്ഷിയാകും. ഈ ലോകകപ്പിൽ നമ്മൾ കണ്ടത് അത് തന്നെയാണ്. ഒരു മലയാളി യുവാവിന്റെ സ്വപ്നം, ഒരു ആരാധക സമൂഹത്തിന്റെ വിശ്വാസം, ഒരു രാജ്യത്തിന്റെ അഭിമാനം, അവയെല്ലാം ചേർന്ന ഒരു പേര്. അതെ, സഞ്ജു സാംസൺ. പ്രിയപ്പെട്ട സഞ്ജു, നിങ്ങളെ എന്താണ് വിളിക്കേണ്ടത് എന്നറിയുന്നില്ല. വർണ്ണനകൾക്ക് വാക്കുകൾ തികയുന്നില്ല. കാലം നിങ്ങൾക്കായി കാത്തുവെച്ചത് ഇതായിരുന്നു.
ദൈവം നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിച്ചതും ഇതിനു വേണ്ടി മാത്രമായിരിക്കാം. ചീത്ത നേരത്തിന് ശേഷം നല്ല നേരം വരുമെന്നത് എത്ര ശരിയാണ്. അന്ന് സ്വന്തം മണ്ണിൽ വെച്ച് ഭാവി തുലാസിലായതാണെന്ന് കരുതിയതല്ലേ. അവഗണനകൾക്ക് പരിധിയില്ലാതെ ഇന്ത്യൻ ടീമിൽ പലപ്പോഴും ഒറ്റപ്പെട്ട് അയാളെ കണ്ടിരുന്നു. ഇന്ന് പകരം വെക്കാൻ കഴിയാത്ത ഒരു വേഷം നിങ്ങൾ അണിയുമ്പോൾ അവർക്ക് നോക്കി നിൽക്കാനേ വിധിയുള്ളൂ. ഇന്ത്യൻ ജനത ഒന്നടങ്കം T20 വേൾഡ് കപ്പ് കിരീടം കിനാവ് കണ്ട് ആരവമുയർത്തുന്ന രാത്രിയിൽ തുടർച്ചയായി 3-ാം തവണയും തൻ്റെ മാസ്റ്റർ ക്ലാസ് അദ്ദേഹം തെളിയിക്കുന്നുണ്ട്. സെഞ്ചുറി കരികിൽ വീണ്ടും വീണെങ്കിലും T20 ലോകകപ്പ് ഫൈനൽ വേദികളിൽ ഒരു താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന റെക്കോർഡ് സ്വന്തം പേരിൽ കുറിച്ചാണ് സഞ്ജുവിൻ്റെ മടക്കം. 33 പന്തുകളിൽ നിന്ന് അദ്ദേഹം 50 തികച്ചു. സഞ്ജു ഓരോ ബോളുകൾ നേരിടുമ്പോഴും ഹൃദയമിടിപ്പ് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. പിന്നാലെ 46 ബോളിൽ സ്ട്രൈറ്റ് 6-ന് ശ്രമിച്ചുകൊണ്ട് സഞ്ജു മാക്കോഞ്ഞിയുടെ ക്യാച്ചിൽ പുറത്താകുകയാണ്. വിക്കറ്റ് ജെയിംസ് നിഷാമിന്. 5 സിക്സറും 8 ഫോറുകളും അടങ്ങിയതായിരുന്നു സഞ്ജുവിൻ്റെ ഇന്നിങ്സ്. ഷാഹിദ് അഫ്രീദിക്കും വിരാട് കോഹ്ലിക്കും ശേഷം സെമി ഫൈനലിലും അർദ്ധ സെഞ്ചുറി കരസ്ഥമാക്കുന്ന 3-ാമത്തെ താരമാണ് സഞ്ജു വിശ്വനാഥ് സാംസൺ. ബാക്കി കിടന്ന ആ കണക്കുമങ്ങ് തീർക്കുകയാണ്. സ്വന്തം തട്ടകത്തിൽ സ്വന്തം കാണികൾക്ക് മുമ്പിൽ തൻ്റെ പ്രകടനത്തിന് കുരുക്കിട്ട ഹെൻഡ്രിക്കും ക്യാപ്റ്റനും അയാളുടെ പ്രകടനം നേരിൽ കണ്ട് കണ്ണ് തള്ളിയിരിക്കണം. അന്ന് കാര്യവട്ടത്ത് തിളച്ചിട്ട സഞ്ജുവാണോ ഇതെന്ന് സംശയിച്ചു പോയിരിക്കണം. കാരണം അജ്ജാതി കളിയല്ലേ അയാൾ കളിക്കുന്നത്. ഇത് അയാളുടെ കാലമല്ലേ. കണക്കുകളൊന്നും അധികം കാലത്തേക്ക് നീട്ടിവെക്കുന്ന ശീലമില്ല എന്ന യാഥാർത്ഥ്യം ഓരോരുത്തർക്കും അയാളുടെ ബാറ്റിങ്ങിലൂടെ പറയാതെ പറയുകയാണ്. എന്തിന് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനോട് വരെ. നരേന്ദ്രമോദി സ്റ്റേഡിയവും അയാൾക്കായി വണങ്ങുകയാണ്. മൈതാനത്തിൻ്റെ ഓരത്തേക്ക് നടന്നു നീങ്ങുമ്പോൾ ആരാധകർ ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് അയാൾക്കായി ആർത്ത് വിളിക്കുകയാണ്. ചരിത്ര താളുകളിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കാൻ ഒരധ്യായം കൂടെ ഉടലെടുത്തിരിക്കുന്നു.